ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പരയിലെ രണ്ടാം ടെസ്റ്റിൽ ജസ്പ്രീത് ബുംറ കളിക്കില്ല എന്നാണ് നമുക്ക് ഏകദേശം സ്ഥിരീകരിച്ച റിപ്പോർട്ട് വരുന്നത്. കഴിഞ്ഞ ഓസ്ട്രേലിയൻ പരമ്പരയിൽ 5 ടെസ്റ്റുകളും കളിച്ച ബുംറയ്ക്ക് ലാസ്റ്റ് ടെസ്റ്റിൽ രണ്ടാം ഇന്നിങ്സിൽ ബോൾ ചെയ്യാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് ദേഹത്ത് പരിക്കേൽക്കുകയും അതിനുശേഷം അദ്ദേഹം ഒരു സർജറിക്ക് വിധേയനാവുകയും ചെയ്തു. അങ്ങനെ കുറേ നാളത്തെ ചാമ്പ്യൻസ് ട്രോഫിയിലും അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞില്ല. IPL കുറേ മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമായി. പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നു ഭേദപ്പെട്ട പ്രകടനം തന്നെ IPL കാഴ്ചവെച്ചു. ഓസ്ട്രേലിയൻ പര്യടനത്തിലെ അദ്ദേഹത്തിൻ്റെ പരുക്ക് സംഭവിച്ച രീതി കണക്കിലെടുത്ത് ഈ പരമ്പരയിൽ അദ്ദേഹത്തിനെ എല്ലാ ടെസ്റ്റിലും കളിപ്പിക്കേണ്ട എന്നാണ് ക്യാപ്റ്റൻ്റെയും കോച്ചിൻ്റെയും BCCIയുടെയും എല്ലാം തീരുമാനം. കാരണം അദ്ദേഹം തുടർച്ചയായി മത്സരങ്ങൾ കളിച്ച് വീണ്ടും ഒരു പരിക്കിലേക്ക് പോയാൽ അദ്ദേഹത്തിന് വരുന്ന പുതിയ പരമ്പരകളിൽ ടെസ്റ്റിലാണെങ്കിലും വൺഡേയിലാണെങ്കിലും T20-യിലാണെങ്കിലും അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ അത് ടീമിനെ നല്ല രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് തന്നെ രണ്ടാം ടെസ്റ്റിൽ ജസ്പ്രീത് ബുംറയുടെ അഭാവത്തിൽ അർഷ്ദീപ് സിംഗ് ആയിരിക്കും ടെസ്റ്റിൽ അരങ്ങേറ്റം നടത്താൻ പോകുന്നത്. ഇടങ്കൈയൻ പേസറായ അർഷ്ദീപിന് ചിലപ്പോൾ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചേക്കും. എന്തായാലും നമുക്ക് രണ്ടാം ടെസ്റ്റിൻ്റെ ഫൈനൽ 11 എങ്ങനെയാണെന്ന് നോക്കാം. പതിവുപോലെ തന്നെ കഴിഞ്ഞ ടെസ്റ്റിലെ പോലെ തന്നെ KL രാഹുലും യശസ്വി ജയ്സ്വാളും തന്നെയായിരിക്കും ഇന്ത്യൻ ടീമിൻ്റെ ഓപ്പണിംഗ് കൈകാര്യം ചെയ്തത്. ഫസ്റ്റ് ഡൗണായി സായി സുദർശനും സെക്കൻഡ് ഡൗണായി ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും എത്തും. എട്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ടീമിലേക്ക് തിരിച്ചെത്തിയ കരുൺ നായർ, അദ്ദേഹത്തിന് 2 ഇന്നിങ്സിലും ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ സാധിച്ചില്ല. ആദ്യ ഇന്നിങ്സിൽ ഡക്കിന് പുറത്തായ അദ്ദേഹം രണ്ടാം ഇന്നിങ്സിൽ 20 റൺസ് മാത്രമെടുത്ത് പുറത്തായി. ഈ സാഹചര്യത്തിൽ മിക്കവാറും കരുൺ നായറിനെ മാറ്റി നിർത്തി ധ്രുവ് ജുറലിനെ പ്ലേയിങ് 11ലേക്ക് കൊണ്ടുവരാൻ സാധ്യത കാണുന്നുണ്ട്. പിന്നെ അതിനുശേഷം പേസ് ഓൾറൗണ്ടറായ ഷർദുൽ താക്കൂറിനെ മാറ്റി നിതീഷ് കുമാർ റെഡ്ഡിയെ ആയിരിക്കും മിക്കവാറും ഇന്ത്യ അടുത്ത ടെസ്റ്റിൽ പരിഗണിക്കുന്നുണ്ടാവുക. നിതീഷ് കുമാർ റെഡ്ഡി ഓസ്ട്രേലിയൻ പരമ്പരയിലും സെഞ്ചുറി അടക്കം നേടി ബാറ്റിങ്ങിലും നല്ല പ്രകടനം കാഴ്ചവെച്ച മറ്റൊരു പേസ് ഓൾറൗണ്ടറാണ്. അപ്പോൾ ഫൈനൽ 11 ചിലപ്പോൾ മറ്റു മാറ്റങ്ങളൊന്നും കൊണ്ടുവരാൻ സാധ്യതയില്ല. ഫൈനൽ 11 ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും: KL രാഹുൽ, യശസ്വി ജയ്സ്വാൾ, സായി സുദർശൻ, അതിനുശേഷം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ, അതിനുശേഷം ഋഷഭ് പന്ത്, അതിനുശേഷം ധ്രുവ് ജുറൽ, രവീന്ദ്ര ജഡേജയ്ക്ക് മുൻപ് തന്നെ മിക്കവാറും നിതീഷ് കുമാർ റെഡ്ഡി ആയിരിക്കും ഇറങ്ങുന്നത്, അദ്ദേഹത്തിനെ ടീമിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ. അതിനുശേഷം രവീന്ദ്ര ജഡേജ, അങ്ങനെയായിരിക്കും. പിന്നീട് നമ്മൾ കണ്ടപോലെ തന്നെ മുഹമ്മദ് സിറാജുണ്ട്, അർഷ്ദീപ് സിംഗും ബാറ്റിങ്ങിൽ അത്യാവശ്യം ചില പെർഫോമൻസുകൾ കാഴ്ചവെക്കുന്ന ഒരു ആൾ തന്നെയാണ്. അങ്ങനെ അർഷ്ദീപ് സിംഗ്, മുഹമ്മദ് സിറാജ്, പ്രസീദ് കൃഷ്ണ, ഇങ്ങനെയായിരിക്കും രണ്ടാം ടെസ്റ്റിലൊരു പ്ലേയിങ് 11 എന്ന് പുതിയ അപ്ഡേറ്റുകൾ അനുസരിച്ച് നമുക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ബാക്കപ്പ് പേസറായി ടീമിൽ ഉൾപ്പെടുത്തിയ ഹർഷിത് റാണയെ തിരിച്ച് നാട്ടിലേക്ക് അയച്ചു. എന്തായാലും ബുംറയുടെ അഭാവത്തിൽ രണ്ടാം ടെസ്റ്റ് എങ്ങനെയാവുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.